നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ 2 രൂപ വീതം വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാളെ മുതൽ, അതായത് ഏപ്രിൽ 8 മുതൽ ഈ വില പ്രാബല്യത്തിലാകുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചില്ലറ വിൽപ്പനയെ ഇത് ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണവും നൽകുന്നുണ്ട്. എന്താകും ഭാവി എന്നുള്ള കാര്യത്തിൽ ഏറെ ഉത്കണ്ഠയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ കൂട്ടിയ എക്സൈസ് ഡ്യൂട്ടി കമ്പനികളിൽ നിന്ന് തന്നെ ഈടാക്കും. എന്നാൽ ചില്ലറ വിൽപ്പനയിൽ അത് ബാധിക്കാതെ പോകും എന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കൂടിയെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ചില്ലറ വിൽപ്പനയെ ബാധിക്കാത്തതെന്നാണ് വിശദീകരണം. എന്നാൽ ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് സാധാരണക്കാരെ തന്നെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ സ്വാഭാവികമായും അത് പെട്രോളിലും ഡീസലിലും പ്രതിഫലിക്കും. വില കുറയേണ്ടതുമാണ്. പക്ഷേ ഇതുവരെയും അത് കുറഞ്ഞിട്ടില്ല. കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതുകൊണ്ട് തന്നെ ഈ കുറവ് ജനങ്ങൾക്ക് കിട്ടില്ല. പകരം അത് കേന്ദ്രത്തിന് നേട്ടമായി മാറുകയും ചെയ്യും. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവകൾ ആഗോള വ്യാപാര യുദ്ധമുണ്ടാക്കുമോ എന്നുള്ള സംശയമടക്കം ഉയർത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ആഗോള അസംസ്കൃത എണ്ണ വില കുറഞ്ഞു വരുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു നടപടിയും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകളെ ചുറ്റപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. വലിയ ആശങ്കകൾ ഉയരുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്തതിലെ അങ്കലാപ്പും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില 4 വർഷത്തെ താഴ്ചയായ $60 ഇടിഞ്ഞത്. നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് പെട്രോളിന് ലിറ്ററിന് 107 രൂപ 48 പൈസയും ഡീസലിന് ലിറ്ററിന് 96 രൂപ 48 പൈസയുമാണ് വില. 2024 മാർച്ച് 14 ഇതിനു മുൻപ് കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടിയിൽ ഒരു മാറ്റം വരുത്തിയത്. കൃത്യം 1 വർഷം മുൻപ്. അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കുറയ്ക്കുകയായിരുന്നു ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു ഏറെക്കാലത്തിന് ശേഷം ഇന്ധനവിലയിൽ വലിയൊരു കുറവ് സംഭവിച്ചത്. അത് കഴിഞ്ഞ ഒക്ടോബർ 30 ഇന്ധനവിലയിൽ ഒരു മാറ്റമുണ്ടായി. പെട്രോൾ പമ്പ് ഉടമകൾക്കുള്ള കമ്മീഷൻ കൂട്ടുകയും ചരക്ക് നീക്ക ഫീസ് പരിഷ്കരിക്കുകയും ചെയ്തതോടെയാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അന്ന് കേരളത്തിൽ പലയിടത്തും നേരിയ തോതിൽ വില വർദ്ധിച്ചു, ചിലയിടത്ത് കുറയുകയും ചെയ്തു. പെട്രോളിനും ഡീസലിനും 1 രൂപ വീതം വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ 15,000 മുതൽ 20,000 കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക്. ഈ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതെന്നാണ് നിഗമനം. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതിന്റെ ബാധ്യത എണ്ണ കമ്പനികൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഇതുവഴി പൊതുജനങ്ങൾക്ക് വില വർധനയുടെ ഭാരമുണ്ടാകില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. അതേസമയം രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വിലയും ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാചകവാതക സിലിണ്ടറുകളുടെ വില 50 രൂപയാണ് വർധനമുണ്ടായിരിക്കുന്നത്. സബ്സിഡി നിരക്കിൽ പാചകവാതക സിലിണ്ടർ കിട്ടുന്നവർക്കും വില വർധന ബാധകമാണെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത്. ഉജ്ജ്വല പദ്ധതി ഉപഭോക്താക്കൾക്ക് 14 കിലോ സിലിണ്ടർ 550 രൂപയ്ക്കായിരിക്കും ഇനി കിട്ടുന്നത്. മറ്റുള്ള സിലിണ്ടറിന് 853 രൂപ നൽകണമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞയാഴ്ച 41 രൂപ കുറച്ചിരുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ സിലിണ്ടറിന് 500 രൂപയിൽ നിന്നും 550 കുതിപ്പാണ് ഉണ്ടാകുന്നത്. പദ്ധതിക്ക് പുറത്തുള്ള ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്നും 853 രൂപയായും കുതിച്ചു. ചൊവ്വാഴ്ച മുതൽ ഈ പുതിയ വില പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. മാസത്തിൽ 2 തവണ വീതം വില നിലവാരം പുനരവലോകനം നടത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ വില വർധനവ് പണപ്പെരുപ്പ സമ്മർദ്ദം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഉയർന്ന ഇന്ധനവില ഗാർഹിക ബജറ്റിനെ തന്നെ കൂടുതൽ ഞെരുക്കത്തിലാക്കും. അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രതികാര തീരുവ മൂലം ആഗോള വ്യാപാര യുദ്ധം ഉണ്ടാകുമോ എന്ന ഭീതി അടക്കം ഏവരെയും അങ്കലാപ്പിലാക്കുന്നുണ്ട്. ആഗോള അസംസ്കൃത എണ്ണവില കുറഞ്ഞു വരുന്ന സമയത്തു കൂടിയാണ് ഇങ്ങനെ ഒരു നടപടി. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഏറ്റവും പുതിയ വിജ്ഞാപനം അനുസരിച്ച് ഏപ്രിൽ 8 മുതൽ ഈ വർധനവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതുന്നത്. ചില്ലറ വിൽപ്പനയിൽ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കില്ല എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പറയുന്നത്. അന്താരാഷ്ട്ര എണ്ണവിലയിലുണ്ടായ ഇടിവിനെ തുടർന്ന് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. അപ്പോഴാണ് വില കൂട്ടൽ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചത്. ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റമില്ലാതായിട്ട് 1 വർഷത്തോളമാകുന്നു. കേരളത്തിൽ ഇന്ന് 105 രൂപ 73 പൈസയാണ് പെട്രോൾ വില. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കൂടുതലും ഏറ്റക്കുറച്ചിലൊക്കെയായി 100 രൂപയ്ക്ക് അടുത്താണ് പെട്രോൾ വില എന്ന് പറയേണ്ടത്. എന്നാൽ ഇന്ത്യയുടെ തൊട്ട് അയൽ രാജ്യമായ ഭൂട്ടാനിലെ വില എത്രയാണ് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂട്ടാൻ സന്ദർശിച്ച ഇന്ത്യൻ ബ്ലോഗർ മുഹമ്മദ് അർബാസ് ഖാന്റെ വീഡിയോയിലൂടെയാണ് പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ചുള്ള വ്യത്യാസത്തിന്റെ താരതമ്യം എടുത്തു പറയുന്നത്. ഭൂട്ടാനിൽ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് കണ്ട് വളരെ അത്ഭുതത്തോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് പോലും. ഭാരത് പെട്രോളിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലിനും ഭൂട്ടാനിൽ പെട്രോൾ പമ്പുകളുണ്ട്. ഇവ ഇന്ത്യൻ പെട്രോൾ കമ്പനികളാണ്. പക്ഷേ അവിടുത്തെ പെട്രോൾ വില ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണെന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ത്യൻ ഭൂട്ടാൻ ബോർഡറിലെ പമ്പിൽ നിന്നുള്ള പെട്രോൾ വിലയും വീഡിയോയിൽ എടുത്ത് കാണിക്കുന്നു. 63 രൂപ 92 പൈസയാണ് 1 ലിറ്റർ പെട്രോൾ വിലയായി ആ മെഷീനിൽ കാണിക്കുന്നത്.
ഭൂട്ടാൻ കറൻസിയും ഇന്ത്യൻ രൂപയും തമ്മിൽ മൂല്യത്തിൽ വലിയ വ്യത്യാസമില്ല. അതായത് ഇന്ത്യയിൽ ലിറ്ററിന് ഏകദേശം 100 രൂപയ്ക്ക് കൊടുക്കുന്ന പെട്രോളിന് ഭൂട്ടാനിൽ വലിയ വിലക്കുറവ്. ഇന്ത്യയിൽ നിന്നും പെട്രോൾ ഇറക്കുമതി ചെയ്തിട്ടും ഭൂട്ടാൻ എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത് പോലും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉയർന്ന നികുതിയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇന്ത്യയുടെ ഉയർന്ന ഇന്ധനവിലയ്ക്ക് കാരണവും ഇതുതന്നെയാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. സംസ്ഥാന നികുതി കുറച്ചാൽ വില ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്ന് മറ്റു പലർ പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് കേന്ദ്ര നികുതി കുറയ്ക്കുന്നില്ല? അങ്ങനെ വന്നാൽ എല്ലാ സംസ്ഥാനത്തും വില കുറയില്ലേ എന്ന് മറ്റു പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനു മുന്നേ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായിരുന്നാലും അത് വീണ്ടും ചർച്ചയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.